ഹോട്ട്സ്റ്റാറിൽ പുതുതായിട്ട് ഒരു മലയാളം സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസ് വന്നിട്ടുണ്ട്. സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ. ജിത്തു ജോസഫ് ആണ് ഇതിന്റെ ഷോ റണ്ണർ. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ജിത്തു ജോസഫിന്റെ ശിഷ്യനായിട്ടുള്ള സുമേഷ് നന്ദകുമാർ ആണ്. അതുപോലെ ഗാനരചയിതാവായ വിനായക് ശശികുമാർ ആദ്യമായിട്ട് തിരക്കഥ എഴുതിയ സീരീസ് ആണിത്. നല്ലൊരു ത്രില്ലർ സീരീസ് ആണിത്. എനിക്ക് പേഴ്സണലി ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇത് ജിത്തു ജോസഫിന്റെ ഈ അടുത്ത കാലത്ത് വന്ന വലതുവശത്തെ കളർ എന്ന് പറഞ്ഞ സിനിമയെക്കാട്ടിലും എത്രയോ ബെറ്റർ ആണ് എന്ന് തോന്നി. കഥ കൊണ്ടാണെങ്കിലും മേക്കിംഗ് കൊണ്ടാണെങ്കിലും ഈ സീരീസ് നല്ല ടെൻഷൻ ബിൽഡിംഗ് ആണ്, ത്രില്ലിംഗ് ആണ്, എൻഗേജിംഗും ആണ്. ട്വിസ്റ്റ് ഉള്ളത് നല്ലതായിട്ട് വർക്കായിട്ടുണ്ട്. ഇതിന്റെ ലാസ്റ്റ് എപ്പിസോഡ് നല്ലൊരു കിക്ക് തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തരുന്നുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ പോസിറ്റീവ്. റോസ്ലിൻ എന്ന ടൈറ്റിൽ റോളിൽ വന്നിരിക്കുന്നത് സഞ്ജന ദീപു ആണ്. ഈ കൊച്ചിനെ കണ്ടപ്പോൾ ഇതിനെ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് മൂത്തോൻ സിനിമയിൽ നിവിൻ പോളിയുടെ അനിയത്തി മുല്ല എന്ന റോളിൽ വന്നിരിക്കുന്നത് ഈ കുട്ടിയായിരുന്നു. നല്ല പെർഫോമൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ശോഭ എന്ന റോളിൽ മീന ഗംഭീര പെർഫോമൻസ് ആണ് സീരീസിൽ നടത്തിയിരിക്കുന്നത്. മീനയ്ക്ക് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത് ഡബിംഗ് ആർട്ടിസ്റ്റ് ആയ വിമ്മി മറിയമാണ്. ജോൺ ആയിട്ട് വന്ന വിനീതിന് ആക്ച്വലി ഇതൊരു കേക്ക് വാക്കാണ്. ഇതല്ല, ഇതിന്റെ അപ്പുറത്തെ റോൾ വരെ പുള്ളി വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു നടനാണ്. നൈസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ജെറി എന്ന ക്യാരക്ടറായിട്ട് വന്ന ഹക്കീം ഷാജഹാൻ കിടുവായിരുന്നു. കറക്റ്റ് കാസ്റ്റിംഗ് ആയിട്ട് തോന്നി. പുള്ളിയുടെ ഒരു ലുക്ക് ഒക്കെ വെച്ചിട്ട് ഒരു മിസ്റ്ററി മാൻ എന്നുള്ള ആ ഒരു സംഭവം പെർഫെക്റ്റ് ആയിരുന്നു ഹക്കീമിന്. ഉണ്ണികൃഷ്ണനാണ് ഇതിന്റെ ക്യാമറ. നല്ല ക്വാളിറ്റി ഉള്ള വിഷ്വൽസ് ആണ്. റിയാസ് കെ ബാദർ ആണ് ഇതിന്റെ എഡിറ്റിംഗ്. മ്യൂസിക്കും കൊള്ളാം. വിഷ്ണു ശ്യാമാണ് അതിന്റെ മ്യൂസിക്. എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയത് കുറച്ച് സീൻസ് ഇങ്ങനെ ആവർത്തനമായിട്ട് പോകുന്ന പോലൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, രാത്രിയാവുക, സ്വപ്നം കാണുക, ഇതിങ്ങനെ കുറെ തവണ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു മുഷിപ്പ് അവിടെ ഇവിടെ തോന്നിയായിരുന്നു. സ്റ്റിൽ ക്ലൈമാക്സ് സാറ്റിസ്ഫൈങ് ആയതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. സോ മൊത്തത്തിൽ നല്ലൊരു സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസ് ആണ് റോസ്ലിൻ. 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 6 എപ്പിസോഡുകളെ ഇതിനുള്ളൂ. ഒരു സിനിമ കാണുന്ന പോലെ ഒരു 2-2.25 മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാവുന്നതേ ഉള്ളൂ. സോ മിസ് ചെയ്യേണ്ട. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക.